ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ആൽമരവും വവ്വാലുകളും. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു. അതിൽ ഒരുപാട് വവ്വാലുകൾ താമസിച്ചിരുന്നു. രാത്രിയായാൽ വവ്വാലുകൾ തീറ്റ തേടി ഇറങ്ങും. നേരം പുലരും മുൻപേ തിരിച്ചെത്തി മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കും. ആൽമരമേ, താമസിക്കാൻ ഇടം തന്ന നിന്നെ ഞങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല എന്നും വവ്വാലുകൾ ആൽമരത്തിനോട് പറയും. അത് കേൾക്കുമ്പോൾ ആൽമരം സന്തോഷം കൊണ്ട് മതിമറക്കും. ഒരു ദിവസം 2 വേട്ടക്കാർ ആൽമരത്തിനരികെ എത്തി. നോക്ക്, ഈ മരത്തിൽ നിറയെ വവ്വാലുകളാണ്. ഇവയെ പിടിച്ച് നമുക്ക് കറിയാക്കിയാലോ? വേട്ടക്കാർ പറഞ്ഞു. അവർ തോക്കെടുത്ത് ടപ്പേ ടപ്പേ എന്ന് വെടിവെച്ച് 2-3 വവ്വാലുകൾ വെടിയേറ്റു വീണു. ബാക്കിയുള്ളവ പറന്ന് രക്ഷപ്പെട്ടു. അടുത്ത ദിവസവും വേട്ടക്കാർ വവ്വാലുകളെ വെടിവെക്കുവാൻ വന്നു. ഇവിടെ താമസിക്കുന്നത് ജീവന് അപകടമാണ്. നമുക്ക് വേറെ ഇടം നോക്കി പോകാം, വവ്വാലുകൾ പറഞ്ഞു. അവർ ആൽമരത്തിനോട് പോലും യാത്ര പറയാതെ പേടിച്ച് സ്ഥലം വിട്ടു. വവ്വാലുകൾ പോയതോടെ ആൽമരം വലിയ സങ്കടത്തിലായി. സങ്കടം കാരണം ആലാകെ ഉണങ്ങി ഇലകൾ കൊഴിയാൻ തുടങ്ങി. സ്വന്തം ജീവനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് വവ്വാലുകൾ ഇവിടെ നിന്ന് പോയത്. അതിന് വിഷമിച്ചിട്ട് എന്ത് കാര്യം? നീ ഒരുപാട് പേർക്ക് തണൽ ഒരുക്കേണ്ടതാണ്, അത് മറക്കരുത്. ആ വഴി വന്ന കുട്ടൻ കൊറ്റി ആൽമരത്തിനോട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്, ഇനി ഞാൻ സങ്കടപ്പെടില്ല. ആൽമരം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താമസിയാതെ പുതിയ ചില്ലകളും ഇലകളും വന്ന് ആൽമരം മിടുക്കനായി വന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.